Ladies and gentlemen, this is Adarsh and welcome to My Gonayadi. So, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൊങ്കൽ സ്പെഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയെ പറ്റിയിട്ടാണ്. ഞാൻ തിയേറ്ററിൽ പോണില്ല, OTT പെറ്റ് കിടക്കുകയാണ്. ഇതായിരുന്നു എല്ലാവരുടെയും കംപ്ലൈന്റ്. ഞാൻ തിയേറ്ററിൽ പോയിടാ. സോ ഇത്തവണത്തെ പൊങ്കൽ വിന്നർ അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. വിജയാണ് എന്റെ പടമില്ല, അതുകൊണ്ട് തന്നെ ക്ലാഷ് സിമ്പിൾ ആയിട്ട് തൂക്കാ പറഞ്ഞിട്ട് കുറെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടാൽ പൊള്ളുന്ന വിഷയമായിട്ട് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ കണ്ടവർക്കൊക്കെ പൊള്ളലേറ്റു തോന്നുന്നു. പടം കേരളത്തിൽ വാഷ് ഔട്ടായി. അതിനും കുറ്റം വിജയ് ഫാൻസിന്. വിജയ് ഫാൻസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഫാനിസം കാരണമാണ് പടം പൊട്ടിയത്. ഇപ്പൊ ഏകദേശം 50-60 കോടി കിട്ടി വിചാരിക്കുന്നു. അപ്പോ ക്ലാഷ് റിലീസ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 10,000 റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. അടുത്തത് വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഫുൾ പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു, രാത്രി ആയപ്പോഴേക്കും ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആയി. ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണോ അറിയാൻ ചോദിക്കുകയാണ്. അതിന്റെ ഇടയിൽ സംബന്ധമേ ഇല്ലാത്ത ഒരുത്തം വന്ന് സംഭവം പണിയിട്ട് പോയി. ദ വൺ ആൻഡ് ഓൺലി സംഭവക്കാരൻ ജീവ. സോ ആളുടെ ട്രിപ്പിൾ ടി തലൈവർ തമ്പി തലമയിൽ. സോ ആ സിനിമ ഞാൻ കാണാൻ പോയിട്ടായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഈ ജീവയുടെ പടത്തിന് തമിഴ്നാട്ടിൽ ഇത്ര തിരക്കിടേ, പേതാവെ പാത്തിരിക്കിയ തമ്പി. സോ പ്രൈം ജീവ ഉണ്ടായിരുന്നു, ആമസോൺ പ്രൈം അല്ല, പ്രൈം ജീവ. ആ സമയത്തൊക്കെ അങ്ങേര് പണി വെച്ച പണ്ണലുണ്ട്, ഏജാതി കിടുപ്പടങ്ങള്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഗായ് ഇസ് വെരി അണ്ടർ റേറ്റഡ് പറഞ്ഞാൽ പെട്ട പടങ്ങളായിരിക്കും അണ്ണന്റെ. പക്ഷെ അതിനെ പറ്റിയിട്ട് ആരും അധികം സംസാരിക്കില്ല. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ബ്ലാക്ക് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു. ആഘോഷിക്കേണ്ട പടമായിരുന്നു അതൊക്കെ. ആൻഡ് പലർക്കും ആ സിനിമ മനസ്സിലായിട്ടില്ല പറയുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് കമ്മിങ് ബാക്ക് ടു ട്രിപ്പിൾ ടി. സോ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ വെക്കുക, വൺ എക്സ്പെക്ടേഷൻ ഈ സിനിമ കാണാൻ പോകരുത്. ട്രോൾ പേജസും പല പേജസും വായി തോന്നി പലതും എഴുതി വെക്കും. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. അപ്പോ ഒരു ലോ എക്സ്പെക്ടേഷനിൽ പോയി കാണാന്ന് വെച്ചാൽ ദിസ് ഇസ് എ നൈസ് വാച്ച് പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു കൊച്ചു പടം, നല്ല പടം. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ആൻഡ് ഈ സിനിമയുടെ കംപ്ലീറ്റ് സോൾ ലൈഫ് ജീവ. വാട്ട് എ പെർഫോമർ. എജാതി നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. അറിയോ, എന്ത് രസമായിരുന്നു ഒരാളുടെ ഈ പെർഫോമൻസ് കണ്ടിരിക്കാൻ. എനിക്ക് തോന്നുന്നു പഴയ പടങ്ങളില് ജയറാം ഏട്ടന്റെ ചില മാനറിസം ഒക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നു. അജാതി ഭയങ്കര രസത്തില് ആള് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബാക്കിയുള്ളവർ മോശമാണെന്നല്ല, ഈ സിനിമയിൽ അഭിനയിച്ച് ഈച്ച് ആൻഡ് എവറി വൺ കിടു പെർഫോമൻസ് ആയിരുന്നു. ഫാലിമി അതിന്റെ ഡയറക്ടറിന്റെ പടമാണ്. സോ ഫാലിമി സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഞാൻ പറയുള്ളൂ. എനിക്ക് രണ്ടും ഏകദേശം ഒരേ ത്രാസിൽ തൂങ്ങുന്ന പടങ്ങളായിട്ടാ തോന്നുന്നു. ഒന്ന് മേലെ അല്ലെങ്കിൽ ഒന്ന് താഴെ, അങ്ങനെ എനിക്ക് തോന്നിയില്ല. എനിക്ക് രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു പടമായിട്ടാ തോന്നിയത്. ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. ഇത് ഒരിക്കലും ഒരു ലോഫ്റ്റർ ആയിട്ടാണ് ഞാൻ പറയുന്നില്ല, കാരണം ഇങ്ങനെ ചിരിച്ച് വീഴും. ഡെഫിനറ്റ്ലി ദിസ് മൂവി ഹാസ് ഇറ്റ്സ് മൊമെന്റ്സ് ഉണ്ട്, ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്, ഇമോഷണൽ ആക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് അത്യാവശ്യം കൊള്ളായിരുന്നു. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ഒരു ചിരിക്കാനുള്ള തിരിയൊക്കെ കൊളുത്തി വിട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പാട്ടും പരിപാടിയൊക്കെയാണ്. അപ്പൊ യൂഷ്വലി പാട്ട് പറയുമ്പോൾ സിനിമയുടെ ഓളത്തിനെ ബാധിക്കുക. എന്നാൽ ഇവിടെ ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പരിപാടിയൊക്കെ. പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്, നല്ല ലെവലിൽ പോയി. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ ആയതുപോലും പേഴ്സണലി ഞാൻ അറിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല 2-3 ഇമോഷണൽ സീൻ ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആ സീൻസ് ആണ്. മോർ ദാൻ ആ കോമഡി സീൻസ് ഞാൻ എൻജോയ് ചെയ്തത് ആ ഇമോഷണൽ സീൻസ് ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു, എസ്പെഷ്യലി വിത്ത് ദാറ്റ് മ്യൂസിക് വർക്ക്. എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ബ്യൂട്ടിഫുൾ ഫിലിം ആയിട്ടാണ് തോന്നിയത്. വൻ കിടു സാധനം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ടു മീ ദിസ് ഇസ് എ നൈസ് വാച്ച്. ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായത്. ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് ഹൗസ്ഫുൾ ആയിരുന്നു, വിത്ത് ഓൾമോസ്റ്റ് കൂടുതലും ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. അപ്പൊ ഈ തമിഴ് മനസ്സിലാവണം അല്ലെങ്കിൽ തമിഴ് സിനിമ കാണുന്ന പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോവുക. കാരണം അവർക്കൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫിനൊക്കെ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷെ എക്സ്പെക്ടേഷൻസ് പറയുന്ന സാധനം കുറച്ച് വെച്ചാൽ അത്രയും നല്ലത്. പലരും പലതും പറയും, വൻ സാധനമാണ് കിടു സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. ആൻഡ് ഇതില് നമ്മുടെ ആൺപാവം പൊള്ളാത്തത് ആ സിനിമയിൽ മറ്റേ ഒരു വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. ആളും ജീവയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഇതിൽ മറ്റേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഫാമിലി വരുന്നുണ്ട്. അതിലെ മറ്റേ കല്യാണ ചെക്കനായാലും ചെക്കന്റെ അനിയനായാലും ഇവൻ ആ പട്ടിക്കുട്ടി കിഴു പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ട്. നമുക്ക് ഈ മറ്റേ റൂറൽ ഏരിയാസിലൊക്കെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കുറെ ഇൻസിഡൻസ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും. ഈ പ്രശ്നങ്ങളും അവനെ കണ്ട ഇവന് പറ്റില്ല, ഇവനെ കണ്ട അവന് പറ്റില്ല, കുനിഷ്ടും കുന്നായ്മയും
ഒക്കെ കാണാം നമുക്ക്. സോ വേണ്ടവർ ട്രൈ ചെയ്ത് നോക്കാം. ദിസ് ഇസ് ആക്ച്വലി എ നൈസ് ഫിലിം. പേഴ്സണലി എനിക്ക് വർക്കായ സിനിമയാണ്. 1 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെ ഉള്ളൂ. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ.